1978 ഭീവണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇന്ദിരാഗാന്ധിയെ ഞെട്ടിപ്പിച്ച മലയാളികൾ. ഇത് ഞാൻ കളവ് പറയുന്നതല്ല, നടന്ന സംഭവമാണ്. ഇന്ദിരാഗാന്ധിയുടെ ഭാര്യയാണ് മരണപ്പെട്ടുപോയ ഇന്ദിരാഗാന്ധിന്റെ കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങൾ വേണമെങ്കിൽ അന്വേഷിച്ച് നോക്കൂ. അപ്പോൾ അവിടെ ഒരു മലയാളി യുവാവിനെ മലയാളി യുവാവിനെ യുപിക്കാർ മുസ്ലിങ്ങൾ ഒരു കുളത്തിന് ഇവനെ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മോഷണ കുറ്റം എന്നാണ്. മോഷണ കുറ്റമല്ല, അവരുടെ ഒരാളുടെ മകളെ പ്രേമമായിരുന്നു. അങ്ങനെ അത് പിടിച്ചിട്ട് ഇവര് ഓട്ടിച്ചപ്പം ഇവൻ ഈ കുളത്തിലാണ് ചാടിയത്. കുളത്തിൽ ചാടിയപ്പോൾ 10-30 പേര് കൂടി ഇവനെ എറിഞ്ഞു കൊന്നു കളഞ്ഞു. കുളത്തിലിട്ടിട്ട് എറിഞ്ഞു കൊന്നു കളഞ്ഞു. എറിഞ്ഞു കൊന്നിട്ട് ഇവർ വലിയ വീരബാധ ഇളക്കിക്കൊണ്ട് നടക്കുക. ഞങ്ങളത് കളിച്ചാൽ ഇനി കളി മാറുമെന്ന് പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അങ്ങനത്തെ ഒരു സംഭവം നടന്നിട്ടുണ്ട് ഭീവണ്ടിയിൽ. ഇവർ UP മുസ്ലിം വയ്യാമാരെന്ന് പറയും. അങ്ങനെ ഈ മലയാളികളെല്ലാം വന്നിട്ട് ഇവന്റെ ഡെഡ് ബോഡി എടുക്കാൻ സമ്മതിച്ചില്ല പോലീസുകാർ വന്നു. മലയാളികളെല്ലാം കൂടി ഇവരുടെ 10-15 ചോപ്പടപ്പെട്ട് കത്തിച്ചു കളഞ്ഞു. കുറെ ആൾക്കാർ അടിച്ച് നാശമാക്കി കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അങ്ങനെ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും വന്നിട്ട് മധ്യസ്ഥം പറയാൻ വന്നു. മലയാളി പറഞ്ഞു അതിന്റെ ആവശ്യമില്ല, ഞങ്ങൾ വരേണ്ട ആൾക്കാരെ ഇവിടെ വരുത്തിയിട്ട് ഈ ഡെഡ് ബോഡി എടുക്കുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ 3 ദിവസം ഈ മലയാളിയുടെ ബോഡി ആ കുളത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ആൾക്കാർ കാവലും കുറെ ആൾക്കാരെയൊക്കെ അവിടെ ഭയങ്കര ലഹളയായിരുന്നു. ഭീവണ്ടി 70-നെക്കാളും അപ്പുറം ഒരു ലഹളയാക്കാൻ വേണ്ടി ഇവരിക്കുമായിരുന്നു. ഇന്ദിരാഗാന്ധി ഡൽഹി കിടക്കുവാണ്. ഇന്ദിരാഗാന്ധി വരാതെ ഈ ഡെഡ് ബോഡി എടുക്കാൻ പറ്റൂലെന്ന് പറഞ്ഞു. അപ്പൊ UPക്കാരാണെങ്കിൽ ഞെട്ടിയിരിക്കുവാണ്, ഇതെന്താ സംഭവിക്കുമെന്ന് പറഞ്ഞിട്ട്. കാരണം വീരവാദം ഇളക്കിക്കൊണ്ട് നടന്നവരാണ്. ഇതെന്താ സംഭവിക്കുമെന്ന് പറഞ്ഞിട്ട് ഇവർ പേടിച്ചിരിക്കുക. അങ്ങനെ ഇന്ദിരാഗാന്ധി വന്നിട്ട് ഇവരുടെ ഭാഷകൾ കേട്ടിട്ട് ഇതെന്നാ ഭാഷയെന്നല്ലിക്കൊണ്ട് ഇന്ദിരാഗാന്ധിക്ക് തന്നെ മനസ്സിലായില്ല. അണ്ടുകൊണ്ട് തണ്ടാപ്പാനി ഇങ്ങനെയാണ് ആൾക്കാർ പറയണത്. ഈ മലയാളം പറഞ്ഞിട്ട് കുറെ പേർക്ക് ഇംഗ്ലീഷ് അറിയാം. ഇങ്ങനെ മലയാളത്തിൽ ഇവർ അങ്ങോട്ട് ഇങ്ങോട്ട് തെറി പറഞ്ഞുകൊണ്ടിരിക്കാൻ, UPക്കാരുടെ പച്ചത്തെറികളാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അന്ന് മലയാളികൾ ഒറ്റക്കെട്ടാണ്. അങ്ങനെ ഇന്ദിരാഗാന്ധിന്റെ മേൽനോട്ടത്തിൽ ഈ ബോഡി എടുത്തു, പോസ്റ്റ്മോർട്ടം നടത്തി. ഇവൻ എറിഞ്ഞു കൊന്നതെന്ന് മനസ്സിലായി. ഇവര് 15 പേർക്ക്, ഇതിലെ മെയിൻ ആൾക്കാർ 15 പേരാണ്. ആ 15 പേർക്ക് അന്ന് 15 പേർക്ക് എന്ന് വെച്ചാൽ 10-20 വർഷം തടവ് കൊടുത്തു. കഠിന തടവായിരുന്നു. അങ്ങനെ ഇന്ദിരാഗാന്ധി ഇത്ര ആൾക്കാരെയും കണ്ടിട്ട് ഞെട്ടിപ്പോയി. ഒരുത്തന് വേണ്ടിയിട്ട്, ഒരു മലയാളി ചെറുക്കന് വേണ്ടിയിട്ട് ഇത്തരം മലയാളികൾ അവിടെ കൂടിയ ഒരവസ്ഥ, അത് മലയാളി കൂടിയ അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ട്. അത് പിന്നെ പറയാം. 1965 ഒരു കൂട്ടം കൂടിയായിരുന്നു, മലയാളിയും തമിഴനും കൂടി. അത് ഞാൻ പിന്നെ പറയാം, അടുത്ത വീഡിയോ ഞാൻ പറയുന്നുണ്ട്. മലയാളിയും തമിഴനും കൂടി അന്ന് കൂടിയായിരുന്നു. ഇത് മലയാളി മാത്രം. അപ്പോ ഇന്ദിരാഗാന്ധി പറഞ്ഞു, ഇത്ര ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇത്ര മലയാളികൾ കേരള ഒറ്റക്കെട്ടാണോ എന്ന് ചോദിച്ചു. അവരെ പോലെ ഒറ്റക്കെട്ട് ഇവിടെ എത്ര പേര് തല്ലിക്കൊല്ലുന്നു, അവരെ ചോദിക്കാൻ പോലും ആളില്ല. ഇവിടെ മാത്രമേ ഉള്ളൂ ഈ മലയാളികൾ തമ്മിലടിയുള്ളത്. ബോംബെ എന്ന് പറഞ്ഞ സ്ഥലത്ത് മലയാളികളിൽ ഒരു കാര്യം വന്നാൽ അവർ ഒറ്റക്കെട്ടാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ അവിടെ എവിടെയും പാരയാണ്. മലയാളികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോംബെ ചെന്ന് നോക്കും. ബോംബെയിലെ മലയാളികൾ ഒരു തന്തയ്ക്ക് ജനിച്ച മക്കളെ പോലെയാണ് അവർ. പറഞ്ഞാൽ ഒറ്റക്കെട്ടാണ്. ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം ഉണ്ടാക്കും, അത് വേറെ കാര്യം. അങ്ങനെ ഇന്ദിരാഗാന്ധി ഇവർക്ക് വേണ്ടിയിട്ട് ക്ഷമ പറഞ്ഞിട്ട് ഇനി അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്, ഇവരെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അവർക്ക് 10-20 വർഷം വരെ 20 പേർക്ക് തടവ് കൊടുത്തു. അങ്ങനെ കുറെ UPക്കാരെ ഇവർ പിടിച്ചിട്ട് ഇടിച്ചു. മുസ്ലിങ്ങൾ
ഇന്നും അവിടുത്തെ യു പിക്കാർ മുസ്ലിങ്ങളെ അതിൽ പിന്നെ അത് കഴിഞ്ഞു, അതങ്ങ് സോൾവായി. ഇവർക്ക് 20 വർഷം തടവ് കിട്ടി, അതങ്ങ് മാറ്റിവിട്ടു. ഇന്ന് അവിടുത്തെ യു പിക്കാർക്ക് അടി കിട്ടുന്നുണ്ട്. അത് ആരുടെ കയ്യിൽ നിന്ന്? മലയാളിയിലെ നിന്നല്ല, മറാഠികളെ കയ്യിൽ നിന്ന്. അത് എങ്ങനെ അടി കിട്ടുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്നാ തല്ലെന്ന് പറയും. എനിക്ക് അനുഭവമുള്ള ഞാൻ പറയുക, എനിക്ക് അനുഭവമുള്ള കാര്യം ഞാൻ പറയുവാണ്. കാരണം ഞാൻ ഒരു കുളത്തിൽ ഒരു കിണർ പോലത്തെ ഇതാണ് അവരുടെ ഏരിയയിൽ, ഒരു കുളത്തിൽ കുളിച്ചോണ്ടിരിക്കുകയാണ്. കുളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുളം എന്ന് പറയാൻ പോല, കിണർ വലിയ വീതിക്ക് കെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ജനതാ ഹോട്ടലിൽ പണിയാണ്. ജനതാ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ മുസ്ലിംസിന്റെ ഹോട്ടലിൽ പണിയാണ്. ഞാൻ അവിടെ ചെന്നാ കുളിക്കുന്നത്. അങ്ങ് കുളിച്ചോണ്ടിരിക്കുമ്പോൾ ഇവര് ഈ വയ്യാന്മാര്, ഈ മുസ്ലിംസുകൾ കുറെ പേര് വന്നിട്ട് അവരും കുളിക്കുവാണ്. അവർ കുളിച്ചോണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ അവിടെ ജോലി ചെയ്യുന്നു, തും കിതർ കാം കർ റേ? ഞാൻ പറഞ്ഞു ജനതാ ഹോട്ടൽ മേ. പട്ടാഫട്ട് നിക്കൽ ജാവും, എത്ര പെട്ടെന്ന് ഇവിടുന്ന് പൊക്കോളാൻ പറഞ്ഞു. പീച്ചെ മുടുക്കി നൈ ദേഖനേക്ക, തിരിഞ്ഞ് നോക്കരുതെന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായി. കാരണം ഇന്നലെ അതിന്റെ പിറ്റേ ദിവസം, തലേ ദിവസം ഇന്ത്യ പാകിസ്ഥാന്റെ മാച്ച് ഉണ്ടായിരുന്നു. ഇന്ത്യ പാകിസ്ഥാന്റെ മാച്ച് നടക്കുമ്പോൾ അന്ന് ഇന്ത്യ തോറ്റുപോയി, പാകിസ്ഥാൻ ജയിച്ചു. ഈ പരമാനാറികൾ ഈ ഇന്ത്യ ജയിച്ചിട്ടുണ്ടെങ്കിൽ, ഇവർ മുസ്ലിമാണ്, ഇന്ത്യ ജയിച്ചിട്ടുണ്ടെങ്കിൽ അല്ല ഇന്ത്യ തോച്ചിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ ഇവിടെ നിന്ന് വെടിപൊട്ടിക്കും. ആ ദേഷ്യം ഇവർക്ക് കിടക്കുക. അപ്പൊ രണ്ടുപേരെ ഒത്തു കിട്ടി. ഇവരെ ആൾക്കാരെ എവിടെ കണ്ടാലും തല്ലല. ഞാൻ പോയിട്ട് മാറി നിന്ന് ഇവരെന്താ ചെയ്യാന്ന്, എന്റെ പൊന്നു മക്കളെ പറഞ്ഞ സങ്കടം തോന്നി. എന്നാ അടിക്കുന്നുണ്ട്, പട്ടായെന്ന അടി, ചോര വരുത്താത്ത അടിയാ. മേല ഈ കിണറ്റിലേക്ക് പോയി കുളിച്ചു പോരുന്ന് പറഞ്ഞു. പറഞ്ഞ മനസ്സിലാവണ്ടേ. എന്റെ അടുത്ത് 2 ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞു, നീ അവിടെ നിന്ന് കുളിക്കടാവേ, നിങ്ങളായിട്ട് ഒരു തെറ്റുമില്ല. ഞാൻ മുസ്ലിമാണ്, എന്റെ പേര് സലീം മുഹമ്മദ് എന്നാണ്, അവരും മുസ്ലിമാണ്. പക്ഷെ കേരളക്കാരവർക്ക് വേണ്ട. യു പി മുസ്ലിംസിനെ തല്ലലോട് തല്ലല. ഈ കാരണം വേറൊന്നല്ല, അവർക്ക് വേറെ വെറുപ്പമല്ല. ഇന്ത്യ പാകിസ്ഥാൻ ജയിച്ചിട്ടുണ്ടെങ്കിൽ യവന്മാർ അവിടെ കിടന്ന് വെടിയെ പൊട്ടിക്കലാം. ഇന്ത്യ കിടന്ന് ഈ പരമനാറികൾ വെടി പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ തന്തയും തള്ളയ്ക്കും വിളിക്കുന്ന പോലെയല്ലേ? അവരെ തന്തയും തള്ളയ്ക്കും പച്ചത്തെറി പറയുന്ന പോലെയാണ്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അതേസമയം കുറെ കാസർഗോഡ് മുസ്ലിമുകൾക്കൊക്കെ ഉണ്ട് അങ്ങനത്തെ ഒരു ആരാധനയുണ്ട്. പക്ഷെ അവർ പുറത്ത് കാണിക്കുന്നില്ല. ഇവരുടെ ഉസ്താദന്മാർ തന്നെ പറയും, നിങ്ങളെന്തിനാ വെടി പൊട്ടിക്കുന്നത്? പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അവർ മുസ്ലിമാന്ന് ഞങ്ങൾ കണക്കൂട്ടില്ല. കാരണം ഈ മുസ്ലിമായിട്ടും ഞങ്ങളെ ശത്രുവാണ് അവർ. മുസ്ലിമായിട്ടും അവർ ഞങ്ങളെ ശത്രുവാ. കാരണം ഞങ്ങളെപ്പോലെ നല്ല ഈ മലയാളികളെ അവരുടെ പെണ്ണുങ്ങളും മലയാളികളെ കണ്ടാൽ മോഹിക്കാത്തയില്ല. അത് ഹിന്ദുവായിട്ട് മുസ്ലിമായിട്ട് ക്രിസ്ത്യാനിയായിട്ട് മലയാളി എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു ബഹുമാനം. അവിടുത്തെ പെണ്ണുങ്ങൾക്ക് ഭയങ്കര ഒരു മോഹങ്ങളാണ്. അത് ഇവർക്ക് ദേഷ്യമാണ്. ഇവർ കോന്തന്മാര്. അവിടുത്തെ പെണ്ണുങ്ങളെ കണ്ടാൽ ഭയങ്കര സുന്ദരികളുമാണ്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഞങ്ങൾ മുസ്ലിമാന്നുള്ള കൊണ്ട് ഒരു മുൻഗണന നമുക്ക് തരുന്നില്ല. അപ്പൊ അവരെ തല്ലുമ്പോൾ ഞങ്ങളും ഉണ്ടായിരിക്കുന്നുണ്ട്. എന്നാ തല്ലുന്നേ? ഇന്ത്യ പാകിസ്ഥാന് പിന്നെ പാകിസ്ഥാൻ ജയിച്ചിട്ടുണ്ടെങ്കിൽ ഈ പരമനാറിയൊക്കെ എന്തിനാ അവിടെ വെടിപൊട്ടിക്കേണ്ട ആവശ്യം? പറഞ്ഞ മനസ്സിലാവണ്ട. അവിടെ ജാതി മതവുമില്ല. അവരെ തെറി വിളിക്കുന്ന പോലെയല്ലേ ഈ ഇന്ത്യയിലെ ഹിന്ദുക്കളെ തെറി പറയുന്ന പോലെയാണ്. അവന്റെ അമ്മയ്ക്കും അപ്പനും തെറി പറയുന്ന പോലെയാണ് ഈ പാകിസ്ഥാൻ ജയിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് വാണം വിടുന്നത്. ഇവരെന്തിനാ ഈ വെടി പൊട്ടിക്കേണ്ട ആവശ്യം? ഇന്ത്യന്റെ ആഹാരമല്ല കഴിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങള് അതിനെ പറ്റി ചോദിക്കാനില്ല. പാകിസ്ഥാൻ എവിടെ ജയിച്ചാലും ഇവിടെ കിടന്ന് പൊട്ടിക്കല. ആരുടെ കൂടെ ജയിച്ചാലും പാകിസ്ഥാൻ ആരുടെ കൂടെ ജയിച്ചാലും. അപ്പോൾ ഇന്ത്യന്റെ കൂടെ ജയിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് മാലപ്പടക്കാം. 20 ഓവർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ഇന്ത്യ തോക്കൂന്ന് അറിയുവാണെങ്കിൽ ഈ മറാഠിക്കാർ ഒരു കാര്യമുണ്ട്. ഈ മറാഠിക്കാർ ഓരോരോ കെട്ടിടത്തിന്റെ മേളിൽ കയറി നിൽക്കാൻ പറയും. എവിടെയെങ്കിലും വെടി പൊട്ടിക്കണ പറയാൻ പറയും. അന്നേരം വെടിയുണ്ട് അവിടെ. അന്നേരം അവർ ഒന്നും ചെയ്യൂല. ഇവർ ഒറ്റയ്ക്ക് കിട്ടുമ്പോൾ കീറും. നല്ല കീറുന്നത്. പറഞ്ഞ മനസ്സിലാവും. നമുക്കതിൽ ചോദിക്കാനും ഒന്നുമില്ല. ഞങ്ങൾ ചോദിക്കാനും പോകൂല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തെറ്റ് ഇവരുടെ അല്ലേ. ഇവര് തെറ്റുകാരാവുമ്പോൾ നമുക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല. അവർ ചെയ്യുന്ന തെറ്റ് അവരന്വേഷിച്ചോളണം. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ കിടന്നിട്ട് അവർ ജയിച്ചിട്ട് ഇവർ വെടി പൊട്ടിക്കുമ്പോൾ അവർക്ക് ദേഷ്യമാണ്. പറഞ്ഞ ഞാൻ ഇത് വേറെ ഇതിൽ പറയുന്നല്ല. അവരെ തെറ്റിൽ നമ്മൾ പോയി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് എതിരാവും. അവിടെ മുദ്രാവാക്യം വിളിക്കല് പാകിസ്ഥാൻ സിന്ദാബാദ്, പാകിസ്ഥാൻ സിന്ദാബാദ്. പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പാകിസ്ഥാൻ എന്ന് പേരിട്ടത് ആരാണ്? ബ്രിട്ടീഷുകാരനാണ്. ഈ നാറിയൊക്കെ അറിയില്ല. ബ്രിട്ടീഷുകാരൻ പോവാൻ നേരത്തെ ഒരു പണി കൊടുത്താ പാകിസ്ഥാനിട്ട്. പാകിസ്ഥാന്റെ യഥാർത്ഥ പേര് വേറെ എന്തോ ആണ്. ഇവരിപ്പോ കിടക്കുന്ന സ്ഥലം പാകിസ്ഥാൻ എന്ന് പറയുന്നത് സ്ഥലം ബ്രിട്ടീഷുകാർ പേരിട്ടാണ്. ഇന്ന് ഇന്ത്യയില് ഒരു 10 പേര് മരിച്ചിട്ടുണ്ടെങ്കിൽ ആരാ ചേൾസ് പറയുന്ന പറയട്ടെ? ബ്രിട്ടീഷുകാരനാണ് ചേൾസ് പറയണത്. നോക്കിയേ, നമ്മളെ ഐഡിയ ഒത്തു. ഇന്ത്യക്കാർ 10 പേര് മരിച്ചു, പാകിസ്ഥാൻകാർ 30 പേര് മരിച്ചു. ഇവർ രണ്ടുപേരും കൂടി 2 രാജ്യക്കാരും കൂടി മരിക്കുമ്പോൾ ആരാണ് ചേൾസ് പറയുന്നത് അറിയോ? ബ്രിട്ടീഷുകാരനാണ്. അവൻ പോവാൻ നേരത്തെ ഒരു പണി വെച്ചാണ്. അവനറിയാം ഇവരെ തമ്മിലടിക്കണമെങ്കിൽ ബ്രിട്ടീഷുകാരനെ അറിയാം ഇവരെ രണ്ടുപേരെയും തമ്മിലടിപ്പിക്കണമെങ്കിൽ മുസ്ലിംസിനെ പാകിസ്ഥാനിലേക്ക് വിടണം. പാകിസ്ഥാൻ എന്ന് പറഞ്ഞ പേരിട്ടതാണ് ബ്രിട്ടീഷുകാരനാണ്. അവിടുത്തെ ആദ്യത്തെ പേര് ഔറംഗാബാദ്. എന്തൊരു വാർഡാണ്. പാകിസ്ഥാന്റെ യഥാർത്ഥ പേര് വേറെ എന്തോ പേരാണ്. ഹിന്ദിയിലൊരു പേരാണ്. പാകിസ്ഥാൻ എന്ന് പറഞ്ഞ പേരിട്ടത് ഈ യവന്മാരാണ്, ബ്രിട്ടീഷുകാരന്മാരാണ്. അവർക്കറിയാം ഇവർ തമ്മിൽ അടിക്കും. അത് ഈ പരമനാളികൾക്ക് അറിയില്ല. ഇവര് പാകിസ്ഥാൻ ജിന്ദാബാദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കാ പോണേ? ആർക്ക് പോണത്? പോണത് ആർക്കാ? ആ പേരിട്ടവനാണ് പോണത്. ഇവര് തമ്മിൽ അടിച്ചു മരിക്കുമ്പോ ആർക്കാ സന്തോഷം? ഇന്ത്യക്കാരനാണ്, പാകിസ്ഥാൻകാരനാണ്. ഇതില് കൊളുത്ത് വെച്ചവനാണ് ഇവനാണ് അവന് സന്തോഷമുള്ളത്. അവന്റെ കാര്യം വിജയിക്കുന്നുണ്ട്. അവനിട്ട ബോംബ് പൊട്ടുന്നുണ്ടെന്നതിൽ കൊണ്ട് അവനാ സന്തോഷമുള്ളത്. അങ്ങനെ ഇവര് മലയാളികളെ പറപ്പിക്കാൻ നോക്കിയതാ. മലയാളികൾ ഒറ്റക്കെട്ടാന്നതിൽ കൊണ്ട് അന്നാ അറിയുന്നത്. ലുങ്കി ഉടുത്ത് പോയിട്ട് ലുങ്കി മടക്കി കുത്തി പോയിട്ടുണ്ട് ഇവർക്ക് പേടിയാ. ആ മലയാളിയാ. അവരുടെ ആൾക്കാർ ലുങ്കി കൊടുക്കും, പക്ഷെ മടക്കി കുത്തൂല. മടക്കി കുത്തുന്നത് മലയാളികളാണ്. അങ്ങനെ മലയാളികൾക്ക് ബോംബെയിൽ പേരുണ്ട് കേട്ടോ. 78 ഇപ്പോഴും ആ പേരാണ്. പേടിയാണ്. മലയാളികളാ. അവരുടെ ടച്ച് ചെയ്യല്. അവരെല്ലാം ഒറ്റക്കെട്ടാണെന്ന് പറയും. ഇവിടെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ആകെ തമ്മിലടിക്കലും. കുറെ പാർട്ടിക്കാരും ഇവരും കൂടി തമ്മിലടിക്കല്. ഒരു മലയാളിക്ക് വേണ്ടി ജീവൻ കൊടുത്തവരാണ് അവര്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? എന്റെ വാക്കുകൾ നിങ്ങൾ അന്വേഷിച്ച് നോക്ക്. ഒരു മലയാളിക്ക് വേണ്ടിയിട്ട് ജീവൻ കൊടുത്ത മലയാളികളാണ് അവിടെ ബോംബെയിലുള്ളത്. ഇന്ന് ഇവിടെ കിടന്നുകൊണ്ട് പാർട്ടിക്കാർ മലയാളികൾ കിടന്നുകൊണ്ട് തമ്മിലടിയാം. ഒരു മലയാളിക്ക് അവനെന്തോ തെറ്റ് ചെയ്തതിന് വേണ്ടിയിട്ട് അവര് പറഞ്ഞല്ലേ, നീ അവൻ തെറ്റ് ചെയ്ത് സമ്മതിച്ചു, പിന്നെ പോലീസ് സ്റ്റേഷൻ എന്തിനാ ചിരക്കാൻ വെച്ചിരിക്കുന്നെന്ന് ചോദിക്കും. ഇങ്ങനെ ചോദിച്ചിരിക്കുന്നത്. പോലീസ് സ്റ്റേഷൻ അവർ വന്ന് ആർച്ചയായിട്ട് നിയമങ്ങളുണ്ട്. ഇവിടെ കിടന്ന് തല്ലുകൂടുന്ന പോലെയല്ല. മലയാളി സമാഹം സിന്ദാബാ, ഇതാ പറയുന്നത്. മലയാളി സിന്ദാബാ. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അവിടുത്തെ മലയാളികളാ ഒറ്റക്കെട്ടുകൾ. അതുകൊണ്ട് ഞാൻ 19 വർഷം അവിടെ ജീവിച്ചതാ. ഇപ്പോഴും പേടിയില്ലാതെ ലുങ്കിയൊക്കെ മടക്കി കുത്തി കൊടുക്കാറ്. എവിടെ പോയി കിടന്നാലും മലയാളിയാണ്, തൊടൂല. അതാണ് മലയാളി.
എപ്പോഴും ഓർത്തോ, അന്യരാജ്യക്കാരൻ വന്നടുത്ത് അടിച്ചിട്ടുണ്ടെങ്കിൽ ചോദിക്കാനും അവിടെ ചോദിക്കും. അതാണ് മലയാളി. മലയാളി സിന്ദാബാദ്.